സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 1 തെസ്സലോനിക്കർ 5-ന്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. വായിച്ചാട്ടെ. ഇതൊക്കെ കാണാതെ പറയേണ്ട സഹോദര. പുസ്തകം നോക്കി കിടന്ന് കൊഴിയേണ്ടി വരും. മത്തായി 7-ന്റെ 21 കാണാതെ പറയണം. ആ ആ ആ സ്വർഗസ്ഥനായ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. മത്തായി 7-ന്റെ 21 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നവനത്രേ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കും. അത്ര അനുസരിക്കുക. ഇപ്പം പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യത്തിൽ കിടക്കുക, അതാണ് പ്രധാനം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈ കത്തോലിക്കരായിട്ടുള്ള അമ്മച്ചിമാരെപ്പോഴും എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എന്നിട്ട് ഈ മാലയും വെച്ചിങ്ങനെ തിരുമ്പി എൻ്റെ ഈശോ, എൻ്റെ ഒരു ഗുണവുമില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണ സഹോദര. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ മാലയും തിരുമ്പി കർത്താവേ എന്ന് വിളിച്ച് ഈശോ എന്ന് വിളിച്ചോണ്ട് ഈശോ മശിഹായ്ക്ക് തുതിയായിരിക്കട്ടെ, ആദ്യമെങ്കിലും എപ്പോഴും നിന്നേക്കും. നീ തുതിയൊന്നും കൊടുക്കേണ്ട കർത്താവൻ, അല്ലാതെ തന്നെ കർത്താവ് മഹത്വവാനാണ്. സ്വത്രം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണം. കർത്താവെ കർത്താവെ എന്ന് വിളിക്കൊണ്ടിരിക്കാതെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്താൽ സ്വർഗരാജ്യത്തിൽ കിടക്കും. ഞാൻ ഈ ചോദ്യം പലരോടും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ട് പറയുമായിരിക്കാം. സ്വർഗത്ത് പോകാനുള്ള ഏറ്റവും പ്രധാനമായ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, 50 വർഷം വിശ്വാസിയായിരുന്ന ഒരു സഹോദരി ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല. എന്നെ രൂക്ഷമായി വിമർശിക്കാൻ ഞാൻ പറയാൻ മുഴുവൻ ദുരുപദേശമാണ്. ഞാനങ്ങോട്ട് ചോദിച്ചിട്ട് സ്വർഗത്ത് ആര് പോകുന്ന സൗകര്യം എന്ന് വെച്ചിട്ട്, അത് രക്ഷിക്കപ്പെട്ട് ദാനപ്പെട്ട് വിശുദ്ധാംശം വിശുദ്ധിയിൽ വേർപാടിൽ ജീവിച്ച സ്വർഗത്ത് പോവാം, അങ്ങനെ ഒരു വാക്യം പുസ്തകത്തിലുണ്ടോ? വാക്യമില്ല. എന്നാൽ സ്വർഗത്തിൽ ആര് പോകുമെന്ന് വാക്യമുണ്ടോ? അതറിയത്തില്ല. എത്ര വർഷം വിശ്വാസി? 50 വർഷം പെന്തക്കോസ്തുകാരി. ഞാൻ പറയുന്ന മുഴുവൻ ദുരുപദേശം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങ് സഹോദരി ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞ ദുരുപദേശമാണെങ്കിൽ ആ നല്ല ഉപദേശം എന്നെ ഒന്ന് പഠിപ്പിക്ക്, എന്നെ ഒന്ന് രക്ഷിച്ചെടുക്ക്. ഞാൻ നരകത്തിൽ പോകാതെ ഒന്ന് രക്ഷിച്ചെടുക്കുക സഹോദരി. ഉണ്ടാട്ടില്ല. ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ലെങ്കിൽ ചുമ്മാ കയറി അതുവരുമൊക്കെ പറയില്ല. നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വാല് മുറിഞ്ഞു പോകും. മനുഷ്യൻ്റെ മുമ്പ് നിൽക്കാൻ പറ്റാണ്ടായി. ഞാൻ അതുകൊണ്ടാണ് വേറെ ദിവസം കൂലപക്ഷമായി പഠിക്കുന്നത്. ഏതൊരുവൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ വചനം ആധികാരികമായി പറയാനുള്ള സകല വചനത്തിലും പരിജ്ഞാനവും ദൈവമക്കൾ ദൈവദാസന്മാർ പ്രാപിച്ചെടുക്കണം. അതിന് വചനം ധ്യാനിക്കണം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഈ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്നാണ് 1 തെസ്സലോനിക്കർ 5-ന്റെ ഈ 13-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ പാർട്ട് മുതൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലനാണ് വ്യക്തമായി പഠിപ്പിക്കുന്നത്. അത് നമുക്കൊന്ന് പഠിക്കാം. അതിനെ ഞാൻ വായിക്കാൻ പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആര് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ. അടുത്ത ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ. അപ്പൊ ദൈവേഷ്ടം എന്താ? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ തമ്മിൽ സമാധാനമായിരിക്കണം, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കണം, തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. എത്ര പെന്തക്കോസ്തുകാർ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു? ഒരൊറ്റ ഒരെണ്ണം ഇല്ലെന്നായി പുള്ളി പറഞ്ഞത്. നോക്കി, ഇത് ദൈവ ഇഷ്ടം. അപ്പൊ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല നമ്മൾ. പ്രസംഗം കണ്ടെയ്നർ കണക്കിന് പ്രസംഗമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില മെസ്സേജുകളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളാണ്. ഞാനത് കേട്ട് ആത്മീയവർദ്ധന വരുത്തുകയും അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ഇല്ലെന്നില്ല. എന്നാൽ ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളും മത്സര പ്രസംഗങ്ങളും പിന്നെന്താണ്, ദൈവത്തെ പഠിപ്പിക്കുന്ന പ്രസംഗങ്ങളൊക്കെ മനുഷ്യനെ നശിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് നല്ലൊരു ശതമാനം. ഈ പ്രോസ്പെറിറ്റി പ്രസംഗിക്കുന്ന യൂത്ത്സ് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ അത് കേട്ടാൽ പിന്നെ വേറെ ഒന്നും കേൾക്കേണ്ടെന്ന് അറിയത്തിൽ പോകാൻ, അത് മാത്രം കേട്ടാൽ മതി.
ഞാനങ്ങ് തീർത്തും പറയുക. കാരണം ഇനി അധിക സമയമില്ല ഇങ്ങനെ പറയാനായിട്ട്. നമ്മുടെ മുമ്പിൽ സമയമില്ല, നമുക്കുമൊക്കെ സമയമില്ല. ഇനി അധികം എപ്പോഴാണ് നമ്മുടെ കണ്ണടയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് കിടന്ന് ഉറങ്ങുന്ന മനുഷ്യൻ വെളുപ്പിന് കൺപോള തുറന്ന് എഴുന്നേൽക്കുമെന്നുള്ള എന്താ ഉറപ്പ്? എൻ്റെ വൈഫിൻ്റെ ചേച്ചി ഇവിടെ വന്നിരുന്നത് കഴിഞ്ഞാൽ പറഞ്ഞു, എന്നാണ് നമ്മൾ മരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ പുള്ളിക്കാരോട്, അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞേ, നമ്മുടെ കാര്യമല്ല സാമേ, എല്ലാവരുടെ കാര്യം അത് തന്നെ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം പോലും അത് തന്നെ. എപ്പോഴാണ് ഈ ലോകത്ത് പോകാൻ? കാരണം അറ്റാക്ക് വന്ന് കുഞ്ഞു മരിക്കുന്നു, അറ്റാക്ക് വന്ന് പ്രായമുള്ളവർ മരിക്കുന്നു, സുന്ദരന്മാർ മരിക്കുന്നു, സുമുഖന്മാർ മരിക്കുന്നു, സ്ട്രോക്ക് വരുന്നു, അസുഖങ്ങൾ വന്ന് മനുഷ്യനെ വല്ലാതെ കഷ്ടത്തിലാക്കുന്നു. ഏത് സമയത്തും ആർക്കും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാം. നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലൊരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ദൈവ ഇഷ്ടം ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതായി തീരണമെന്ന് ഇന്ന് പകൽക്കാലം ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ ശക്തമായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇനി മുമ്പിൽ നമ്മൾ അധിക കാലങ്ങൾ ഉണ്ടായെന്ന് വരത്തില്ല. കേരളക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, തൃശ്ശൂർ ജില്ല, 3 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ വന്നാൽ തന്നെ ഞങ്ങളുടെ കാര്യം പോക്കായി. ഞാനപ്പം ഹാസ്യരൂപത്തിൽ ഞാൻ പറയാറുണ്ട്, എന്തായാലും വെള്ളം കുടിക്കാതെ ചാകണ്ട, വെള്ളം കുടിച്ച് ചാകണം. കാരണം മുല്ലപ്പെരിയാർ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ വെള്ളം എന്ത് ചെയ്യുക? 3 നില കെട്ടിടത്തിൻ്റെ പൊക്കം വരെയും വെള്ളം എത്തുമെന്നാണ് പറയും. അങ്ങനെയെങ്കിൽ വെള്ളം കുടിച്ച് നിൽക്കും ചാലും. അപ്പോൾ ഒരുമിച്ച് ആകാൻ നമുക്ക് കുഴപ്പമില്ല, സന്തോഷത്തോടിരിക്കും. ഇയാളും അതൊക്കെ തന്നെ. അപ്പോൾ ഒരുമിച്ച് ആകാന്നേ. അവിടെ വചനമനുസരിച്ച് ജീവിച്ചോ, പ്രത്യാശയോടെ നമുക്ക് പോകാം. അത് പൊട്ടുവോ പൊട്ടാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ. ഇവിടെ പൊട്ടുവെന്നും പറഞ്ഞു കിടന്ന് ഭയങ്കര പ്രസംഗം നടന്ന വാസന്മാരുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ പ്രസംഗിച്ചു പൊട്ടുവെന്നേ ഇല്ല, നമ്മൾ പറയുന്നില്ല, സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അബ്രഹാം ദൈവത്തോട് വാദിക്കുന്നൊരു ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുമെന്ന് ചോദിച്ചു, അല്ലേ? അങ്ങനെ ചോദിച്ച് അവസാനം 5 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പം മുല്ലപ്പെരിയാർ പൊട്ടിയാലും എന്ത് പൊട്ടിയാലും 5 ഭക്തന്മാരുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നശിക്കത്തില്ല, ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വചനം അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ പ്രസംഗിക്കുന്നവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പ്രസംഗിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ പോലും അത് പൊട്ടി വന്ന് വെള്ളം കുടിച്ച് മരിച്ചാലും, വെള്ളം കുടിച്ച് വയറ് പൊട്ടി മരിച്ചാലും, എൻ്റെ പ്രത്യാശ യോബിനെ പോലെ ഞാൻ ദേഹസഹിതനായി കർത്താവിനെ കാണും. അതെൻ്റെ പ്രത്യാശ. പിന്നെന്ത് വന്നാലും വെള്ളം പൊട്ടി വരട്ടപ്പ, സ്തോത്രം. പാകിസ്ഥാൻ കൊണ്ട് അണുബോംബ് വിട്ടു ഒരു ദിവസം ഈ തേവര പാലത്തിൻ്റെ അടുക്ക് ബോംബ് കൊണ്ടിരുന്നിട്ടു, പൊട്ടിയില്ല. അത് പൊട്ടിയെങ്കിൽ അന്നേ ഞങ്ങൾ തീർന്നു തന്നെയല്ല. വിദേശം മുഴുവൻ ബന്ധമില്ല, 10-15 കിലോമീറ്റർ മുഴുവൻ പോയി. 15 കിലോമീറ്റർ പോലും ഇല്ല അത്, മനസ്സിലായോ? അപ്പോൾ ഏത് സമയത്ത് സംഭവിക്കാം. ഇപ്പോൾ പാകിസ്ഥാൻ ഒന്നും കൂടി നമ്മുടെ ശത്രുവായി, അമേരിക്ക കൂടുതൽ അടുത്തു, അമേരിക്ക നമ്മുടെ അകന്നു, റഷ്യ നമ്മുടെ അകത്തു. ഇതെല്ലാം ഈ വഷളന്മാരെല്ലാം കൂടി ചേർന്ന് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ലോക രാഷ്ട്ര നേതാക്കന്മാരൊക്കെ നമ്മളൊരു പരിധി വരെ അവരെ വിശ്വസിക്കാവുള്ളൂ. നമ്മൾ കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിച്ചോണം. നമ്മുടെ രക്ഷ ഉയരത്തിൽ നിന്നാണ്. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കാന്ന് പറഞ്ഞാൽ പുത്രൻ തന്ന ഉപദേശം അനുസരിച്ച് ജീവിക്കുക. തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അപ്പോൾ ഇവിടുത്തെ വിഷയം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നിടത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നെന്ന് യേശു കർത്താവ് പറഞ്ഞു. എന്നാൽ ഇവിടെ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് പൗലൂസ് പറയുന്നു, തമ്മിൽ സമാധാനമായിരിക്കും. നമുക്ക് സമാധാനമുണ്ടോ? സഹോദരിക്ക് ഭർത്താവിനോട് സമാധാനമുണ്ടോ? ഉണ്ട്. ഓക്കെ, നല്ല കാര്യം ഉണ്ടാകണം. അതിനായി പറയുന്നേ. ഞങ്ങളും ചില സമയത്ത് വടക്കൊക്കെ ഇടും. പക്ഷെ അത് കഴിയുമ്പോൾ ഇന്ന് രാവിലെയും കൂടെ കൈ കൊടുത്തു നോക്കി, ചോദിച്ചു കൈ കൊടുത്തില്ല. കാരണം എന്തെങ്കിലും പടക്കുണ്ടെങ്കിൽ അങ്ങോട്ട് പോട്ടെ. ഈ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ഇപ്പം ആരും പരിശുദ്ധന്മാരും ഇല്ല, എല്ലാവരും അങ്ങനെയാണ്. സ്വത്രം തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ കടന്നു വരാം. ഈ ആത്മാവിൻ്റെ രക്ഷ മാത്രമേ നടന്നിട്ടുള്ളൂ. ശരീരം പാപശരീരത്തിലും പാപലോകത്തിലും പിശാചിൻ്റെ ആധിപത്യമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സർവ്വലോകവും ദുഷ്ടന്റെ അതിലേക്ക് കിടക്കുക. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ വരും. അപ്പ ക്രമീകരണം പ്രാപിച്ച് പൊക്കോണം, ശുദ്ധീകരണം പ്രാപിച്ച് പൊക്കോണം. തമ്മിൽ സമാധാനമായിരിക്കണം. എനിക്കറിയാം 40 വർഷത്തോളം
ഭാര്യയും ഭർത്താവും കൂടി നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെയാണ്. എന്നാൽ രണ്ടുപേരും കൂടി സഭായത്തിന് പോയിരുന്നുകൊണ്ട് വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇങ്ങനെ തേച്ച് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സമാധാനവും ഇല്ല. കാരണം രണ്ടുപേർക്കും കോടികളാണ്. എങ്ങനെയുണ്ട്? കോടികളുള്ളവർക്ക് സമാധാനം ഇല്ലെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ കോടികൾ തരാത്തിനായി ദൈവത്തിന് സ്വോത്രം പറ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക സഹോദരങ്ങളെ. കോടികൾ വെച്ചുകൊണ്ടിരിക്കുന്നവർ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ, അവർ കിടന്ന് അയ്യം വിളിക്കുന്ന അയ്യം വിളി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഭക്ഷിക്കുവാനും ഉടുക്കുവാനും കിടക്കുവാനും ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിലങ്ങ് സംതൃപ്തരാകുക. അല്ലാത്തവരൊക്കെ ജഡീകന്മാരായി പോകും. സ്തോത്രം. അപ്പോൾ സ്വർഗത്ത് പോകാനുള്ള വഴി തമ്മിൽ തമ്മിൽ സമാധാനമായിരിക്കണം. അടുത്ത് ഞങ്ങൾ നിങ്ങളെ പ്രഭുവിൽ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കും. അത് പിതാവിൻ്റെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ക്രമം കെട്ട് നടക്കുന്നവരെ ബുദ്ധി ഉപദേശിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പലർക്കും അത് ഇഷ്ടമല്ല, ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക എന്നുള്ളത്. അടുത്ത് ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സഹോദരനെ ധൈര്യപ്പെടുത്തണം. മാനസികമായി കണ്ടാരണ്ണം പറഞ്ഞ പോലെ പല്ലിമുട്ട പോലെ പൊട്ടിപ്പോകുന്ന സ്വഭാവത്തോടുള്ളവർ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. അത് പിതാവിൻ്റെ ഇഷ്ടമാണ്. ബലഹീനരെ താങ്ങണം. ഇന്നത്തെ താങ്ങലൊക്കെ വല്ലാത്ത താങ്ങല. എൻ്റെ പൊന്നെ, സ്വത്രം. നമ്മൾ രണ്ടുപേരെയും താങ്ങി താങ്ങി നമ്മൾ ഈ പരുവായി അല്ലേ? ഒരു പരുവായില്ല. നമ്മളിന്നും പ്രത്യാശയോടെ ജീവിക്കുക. എനിക്കിതൊന്നും ഒരു വിഷയമല്ല സഹോദര. ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ നിലയിൽ നമുക്കെതിരെ പറഞ്ഞാലും നമുക്കതൊരു വിഷയമില്ല. പിന്നൊരു കാര്യം, നിങ്ങൾ ചിരിക്കരുത്, ചിരിക്കാതിരിക്കാൻ ഞാൻ പറയുക. ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് ഒരു പെണ്ണ് വന്നിട്ട് പറയുക അതേ ഇത് ഈ പാസൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവിടെ പോയി, അവിടെ നമ്മൾ ചീറ്റിപ്പോയി. അതുപോലെ നമ്മൾ പിടിക്കപ്പെടാനായിട്ടുള്ള യാതൊരു പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്ര രൂപ എനിക്ക് പണ്ടൊരു പരസ്യം നടത്തിക്കൊണ്ടിരുന്നൊരു ഉപദേശിക്കെതിരെ ഉപദേശി ഇങ്ങനെ പ്രാർത്ഥിച്ച് യോഗം നിർത്താൻ നേരത്ത് ഒരു സഹോദരൻ എത്തി വിളിഞ്ഞ് നോക്കുമ്പോൾ കാശ് കൊടുക്കാനുള്ള ഉപദേശിയാണ്. പുള്ളി വന്നിട്ട് പറയാ പ്രാർത്ഥിച്ചോ ആശീർവാദം പറയരുത്, ആശീർവാദം പറയുന്നതിന് മുമ്പ് കാശ് തന്നെ എത്തണം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കണം. ഒരു ചുമന്ന മഷി നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കണം. ആർക്കും ഒരു ബാധ്യത നമ്മൾ മുഖാന്തരം ഉണ്ടാകരുത്. ആർക്കും ഒരു പ്രയാസം നമ്മൾ മുഖാന്തരം ഉണ്ടാകരുത്. അതാത് സമയങ്ങളിൽ പ്രശ്നങ്ങളെ പരിഹരിച്ച് ക്രമീകരണം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൽ പോകാനും കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? ബലഹീനരെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. നമ്മൾ ക്ഷമ കാണിക്കും, ദീർഘക്ഷമ കാണിക്കത്തില്ല. അതൊക്കെ എൻ്റെ ജീവിതത്തിലുള്ള സ്വഭാവമാണ്. ദീർഘക്ഷമ കാണിക്കണം. നമ്മൾ ക്ഷമിക്കുക. ഫോർ ബെയറിങ് എന്നൊരു ഇംഗ്ലീഷ് പദം. പൊറുത്ത് ക്ഷമിക്കുക. ചെയ്ത തെറ്റിനെ പൊറുത്തിട്ട് അങ്ങ് ക്ഷമിക്കുക. പൊറുക്കാതെ ക്ഷമിക്കുക എന്നങ്ങനെയാണ്. കാശ് മേടിച്ചിട്ട് തന്നില്ല, വേണ്ട, അവൻ്റെ ഇല്ലെന്ന് തരാൻ പിന്നെ അവരെ കുത്തിപ്പിടിച്ച് മേടിക്കേണ്ടത് എന്തിനാ? എനിക്കറിയാം, കുറച്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു സഹോദരനെ ഒരു സെൻട്രൽ പാസ് കുത്തിപ്പിടിച്ച് മേടിച്ചു. കുത്തിപ്പിടിച്ച് കാശ് എന്തില്ലേ ഞാൻ അകത്താക്കുമെന്ന് കേസ് കൊടുത്തു. അവസാനം ആ പുള്ളി പാവം പിടിച്ച കുറേ കട അതും ഇതൊക്കെ വിറ്റ് പറക്കി കൊണ്ടുവന്ന് കാശ് കൊടുത്തു. അതൊക്കെ ഭയങ്കര പാപമാണ്. അതൊക്കെ ക്ഷമ, ദീർഘക്ഷമ. ഈ സ്വഭാവം ഏതിൽപ്പെട്ടതാ? ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ടതാ. ആത്മാവിൻ്റെ ഫലം എന്തൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ദൈവമക്കളെ, നിങ്ങളിവിടെ വന്നു കയറിയപ്പോൾ പാസ്റ്റേ ഇവിടെ വന്നത് അബദ്ധമായല്ലോ എന്ന് ചിന്തിക്കണ്ട കേട്ടോ. ഈ സ്വഭാവം ഉണ്ടെങ്കിലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ജീവിച്ച് സുഖലോലുപന്മാരായിട്ട് ജീവിച്ച് നാശത്തിലേക്ക് പോകാം. ഈ സ്വഭാവം നമുക്ക് പ്രാപ്തം. അന്യഭാഷ പറയുന്നവൻ ആത്മാവിൽ, അന്യഭാഷ സംസാരിക്കുന്ന ആള് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണം. വരങ്ങൾ കുറഞ്ഞിരുന്നാലും ഫലം ഉണ്ടാകണം. നിങ്ങളെ പഠിപ്പിച്ച ഉപദേഷ്ടാവ് പറഞ്ഞതാ. പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമായില്ലെങ്കിലും ആത്മഫലം ഉണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമായാൽ നമുക്ക് പേര് കിട്ടും, താത്രവാച്ച് കിട്ടും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ആത്മഫലം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകും, നരകത്തിൽ പോയി വീഴും. അതുകൊണ്ട് ആത്മഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെട്ടവരായി തീരാൻ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. ഈ വചനം നമ്മെ നന്നായിട്ട് രൂപാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ.
ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തിന്മയ്ക്ക് പകരം, പെന്തക്കോസ്തുകാരിൽ എനിക്ക് ഒത്തിരി പേരെ അറിയാം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത്. അവർ പറയുന്ന ഒരു മറുപടി എന്താ? ഒരു പാലം അങ്ങോട്ട് ഇട്ടാൽ ഇങ്ങോട്ട് ഇടണം, ഇങ്ങോട്ട് പാലം കാണൂലെന്നേ. ദൈവവചന ഒത്തപ്രകാരം ജീവിച്ച അങ്ങോട്ട് ഇടുന്ന പാലേ കാണും, ഇങ്ങോട്ട് പാലമൊന്നും കാണില്ല. ഇങ്ങോട്ട് നമ്മൾ പാലത്തിൽ നടക്കാൻ കഴിയുമ്പോൾ പാലം അങ്ങ് വലിക്കുമോ? അതൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ പാലം വലിച്ചവരല്ലേ നമ്മൾ, രണ്ടുപേരും വലിച്ചു കളഞ്ഞില്ലേ പാലം? നമ്മൾ തന്നെ ചത്തുപോകുമോ? ഒന്നും ചെയ്യില്ല. നമ്മൾ ജയാളികളായി ജീവിച്ച് കർത്താവിൻ്റെ വരവിനുണ്ട്. നമ്മൾ ആരെയും നോക്കണ്ട. നിങ്ങൾ എന്നെ നോക്കരുത്, ഞാൻ നിങ്ങളെ നോക്കരുത്, ആരെയും ഭൂമിയിൽ ആരെയും നോക്കരുത്. അപ്പോസ്തലനായ പൗലോസ് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോട് കൂടുക. അടുത്ത വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഒരൊറ്റ മനുഷ്യനെ നോക്കാൻ പ്രമാണമില്ല, യേശുവിനെ നോക്കുക. ആ വിഷയം പുള്ളി പറയുമ്പോൾ ആദാം മുതൽ ഹാബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറയത്തക്ക നിലയിൽ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ദൈവകൃപയുള്ളവരും ഭക്തന്മാരുമായ ഒരു വലിയ നിര. അതിൽ അബ്രഹാമുണ്ട്, ഇസ്ഹാക്കുണ്ട്, യാക്കോബുണ്ട്, മോശയുണ്ട്, ദാനിയേലുണ്ട്, ഒത്തിരി പേരുണ്ട്. സോളമനില്ല, സോളമൻ്റെ ചീട്ട് കീറി. കോടീശ്വരനായതുകൊണ്ട് ചിന്തിച്ചോണേ, കോടീശ്വരന്മാരൊക്കെ ചിന്തിച്ചോണം. കോടിക്കണക്കിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ ചീട്ട് ദൈവം കീറും. അവസാനം നിനക്ക് നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള പദങ്ങളൊന്നും പറയരുത്. നിനക്കുള്ളതിനേക്കാൾ കോടികൾ എനിക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചിന്തിച്ചോണം, ചീട്ട് തമ്പുരാൻ കീറും. എനിക്ക് അത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര അലർജി ആയിരുന്നു എൻ്റെ ഉള്ളിൽ. എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്ന മനുഷ്യൻ? എന്തിനഹങ്കരിക്കുന്നു സഹോദര? ദൃശ്യമില്ലാത്തൊരു വൈറസ്, ദൃശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ കഴിയാത്തൊരു വൈറസ് ഈ ശരീരത്തിലോട്ട് പ്രവേശിച്ചാൽ കോടികൾ മുടക്കേണ്ടി വരും നമ്മുടെ ഈ ശരീരത്തിനെ ഒന്ന് സുഖമാക്കിയെടുക്കാൻ. അവസാനം ഡോക്ടർ പറയും, ഇനി ആഗ്രഹങ്ങളെല്ലാം കൊടുത്തോളാൻ പറയും. ബിരിയാണി ചോദിച്ചാൽ കൊടുത്തോളാം, കാരണം തട്ടിപ്പോകാൻ പോവാ. ഓക്കെ, കോടികൾ മുഴുവൻ ചിലവഴിച്ച് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറയണം ഇതാ പുള്ളി ചോദിക്കണം എല്ലാം പുള്ളിക്ക്, കാരണം പെട്ടി കയറാൻ സമയമായി. അതാണ് ഈ ലോകം എന്നുള്ള മനസ്സിലാക്കണം. ധനാഢ്യന്മാരൊക്കെ, ഈ കാശുള്ള ധനാഢ്യന്മാർ അഹങ്കാരികളായിട്ടുള്ളവർ മനസ്സിലാക്കണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഞാൻ പഠിച്ച് വന്നപ്പോൾ എല്ലാത്തിനും വാക്യങ്ങളുണ്ട്. ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു, 1. 2, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു. 3, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു. 3നും വാക്യമുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ അഹങ്കാരവും നികളവും ഒന്നും നമുക്കാർക്കും വരാൻ പാടില്ല. ഒരു സുന്ദരിയായ ഒരു സ്ത്രീ മുഖം മേക്കപ്പ് ചെയ്ത് അവസാനം ക്യാൻസർ വന്ന് മുഖത്തിൻ്റെ ഷേപ്പ് കണ്ടാൽ അറയ്ക്കത്തക്ക നിലയിൽ ആയിത്തീർന്നു എന്നാണ് കഥ. എത്രയോ പേരുടെ സംഭവങ്ങളാണ്, എത്രയോ പേര്. ഈ ചെയ്യുന്ന മേക്കപ്പും ഈ തലയിലടിക്കുന്ന പുട്ടിയും ഈ അതും ഇതൊക്കെ പോയിസണാണ്, കെമിക്കലാണ്. ഇപ്പം നമ്മൾ നല്ല സിമ്പിളന്മാരായിട്ട് നടക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ എന്ത് പറ്റും? മാരകമായ രോഗങ്ങൾക്ക് നമ്മളെ അടിമയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ധനവും നമ്മുടെ പേരും നമ്മുടെ പ്രശസ്തിയും നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ സാമർഥ്യങ്ങളും നമ്മുടെ മക്കളുടെ സമ്പത്തും, എൻ്റെ മക്കളൊക്കെ ഫോറിലാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അലമുറയിട്ട് കരയണം കിടന്ന്. എൻ്റെ മക്കൾ നരകത്തിൽ പോകുന്നു, അവരുടെ മക്കൾ നരകത്തിൽ പോകുന്നു, ഞാൻ നരകത്തിൽ പോകുന്നു പറഞ്ഞ് ആലമുറയിട്ട് കരഞ്ഞോണം. കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തിടത്ത് സ്വർഗരാജ്യത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ മക്കൾക്ക്. അതുകൊണ്ട് കർത്താവേ, അവരുടെ സമ്പത്ത് തകർത്ത് കളഞ്ഞാണെങ്കിലും അവരെ നിത്യതയിലേക്ക് കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞ്, നിത്യതയിലേക്ക് പോകാൻ വഴി തുറക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന് കിടന്ന് കരയണം. യെരൂശലേം പുത്രിമാരോട് കർത്താവ് പറഞ്ഞൊരു വലിയ ദൂത് പിന്നെയും പറയാൻ എനിക്ക് ഹേമമുണ്ട്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ നിങ്ങളെയും സന്തതികളെ ഓർത്ത് കരയാം. മകനെ ഓർത്ത് കരഞ്ഞോണം. നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ മാറി ഒരു വ്യത്യസ്തമായ നിലയിലേക്ക് അവൻ പോവുകയാണ്. അവരെ ഓർത്ത് ദിവസവും കരയണം, പ്രാർത്ഥിക്കണം. അവരൊരു ദൈവപൈതലായി, വചനം ധ്യാനിക്കുന്നവനായി, പ്രാർത്ഥിക്കുന്നവനായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവനായി, നിത്യതയിലേക്ക് പോകാൻ ദാഹമുള്ളവനായി തീരുവാൻ കർത്താവെ അവന് കൃപ കൊടുക്കണമെന്ന് ദൈവസേനയിൽ കിടന്ന് അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം ദുഷ്ടൻ്റെ ലോകത്താണ് അവർ ജീവിക്കുന്നത്. ഭൗതികങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ
ദൈവത്തെ വിട്ടുകളയുന്നവരാണ് ഏറിയ പങ്കും എന്ന് ഞാൻ ധൈര്യത്തോടെ പറയുകട്ടെ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ മിസ്രയീമിൽ കടന്ന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചപ്പോൾ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് മരുഭൂമിയിൽ ദൈവം കാണിച്ച 10 അത്ഭുതങ്ങൾ കണ്ട് അവർ അഹങ്കരിച്ച് അവർ ദൈവത്തെ മറന്നുപോയെന്ന് അവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അവരുടെ മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. അന്യാരാധനയിലേക്ക് ഇസ്രായേൽ മക്കൾ പോയി. ദൈവത്തെ വിട്ടുപോയത് കൊണ്ട് ദൈവം അവരെയും വിട്ടുകളഞ്ഞു. പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം എടുത്താട്ടെ. ഇതിൻ്റെ പ്രസംഗത്തിൻ്റെ ബാക്കി തീർന്നില്ലെങ്കിൽ ഞാൻ പിന്നീട് അത് പ്രസംഗിച്ച് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാണ് എൻ്റെ പതിവ്. പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ വിട്ടുപോയ ചരിത്രം തേബാനോസ് പറയുക, ദൈവകൃപ വിട്ടുകളഞ്ഞ ചരിത്രം. അതിൻ്റെ 38 മുതൽ വായിക്കാം. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോട് കൂടെ മരുഭൂമിയിലെ സഭയിലെ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാടുകൾ ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുക, അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. കർത്താവിനെ തള്ളിക്കളഞ്ഞ് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം അവർ കാളക്കുട്ടിയെ വളർത്തുണ്ടാക്കി ആ ബിംബത്തിന് ബലികടിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. കാളക്കുട്ടിയിൽ ഉല്ലസിച്ചു, മൊബൈലിൽ ഉല്ലസിച്ചു, ലാപ്ടോപ്പിൽ ഉല്ലസിച്ചു. ഇന്ന് എല്ലാവരുടെയും സന്തോഷം മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെയാ, ഇല്ലേ? ശരിയല്ലേ? ഉല്ലസിച്ചു കൊണ്ടിരുന്നു. എന്താ സംഭവിച്ചു? ബാക്കി ഭാഗം. ദൈവം പിന്തിരിഞ്ഞു, ആകാശത്തിലെ സൈന്യങ്ങളെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ശ്രദ്ധിക്കേ, ആകാശത്തിലെ സൈന്യം ഏതാ? ആകാശത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ബാവ എന്ന് കത്തോലിക്കര് പറയും. ആരാ ബാവ? ഒട്ട പിശാച. അവര് ധരിച്ചിരിക്കുന്ന ബാവയാണത്. ആ ബാവ ഈ ബാവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിശാചാണത്. ദൈവസഭ ഇവിടെ നിന്ന് പോകാൻ നേരത്ത് ആകാശത്തിൽ സഭയെ തടയും. പിശാചാ തടയുന്നേ. അത് വചനജ്ഞാനമുള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ദൈവമുള്ളവർക്ക് അവർ ആകാശത്ത് ഇങ്ങനെ ബാവയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവസാനം ബാബ അവരെയും കൊണ്ട് നരകത്തിൽ പോകുമ്പോൾ അവർ മനസ്സിലാക്കും, അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റും. കുടുംബം മുഴുവൻ കത്തോലിക്കലാണ്. അതുകൊണ്ടാണ് പുള്ളി ചിരിക്കുന്നത്. ഇരിക്കണ്ട, കരയണമായിരുന്നു അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഇവിടെ സേവാനോസ് എന്താ പറയുന്നത്? ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടെന്ന് പറഞ്ഞാൽ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞെന്ന്. ദൈവം കൈവിട്ടാ പിന്നെ ആരുടെ കയ്യിലാ പോണേ? സാത്താൻ്റെ കയ്യിൽ. ദൈവവും സാത്താനും ഉള്ളൂ ലോകത്ത്. ദൈവത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തൻ മാറിക്കഴിഞ്ഞാൽ നേരെ സാത്താൻ്റെ കസ്റ്റഡി. ജാതിയാകട്ടെ, മതമേകട്ടെ, രാജ്യമേകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, പണ്ഡിതനാകട്ടെ, കുബേരനാകട്ടെ, കുചേലനാകട്ടെ, കേരളക്കാരനാകട്ടെ, ഏത് മഹാനായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് പോയാൽ പിന്നെ അവൻ സാത്താൻ്റെ വകയാണെന്ന് മനസ്സിലാക്കണം. അതൊരു വലിയ മർമ്മം. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. അതൊരു വലിയ മർമ്മമാണ്. പെന്തക്കോസ്തുകാർക്ക് അത് അറിയത്തില്ല. ദൈവകൃപ നഷ്ടപ്പെടുത്തിയാൽ നീ സാത്താൻ്റെ അടിമത്വത്തിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരു സബ്ജക്റ്റ് അതാണ്. നമുക്ക് പണമൊന്നും അധികം വേണ്ട, നമുക്ക് വലിയ ജീവിത സൗകര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് വലിയ ലക്ഷറി ലൈഫൊന്നും വേണ്ട. വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി അങ്ങ് ചെല്ലുക എന്നുള്ളത് മാത്രം നമുക്ക് മതി. അതിലപ്പുറം ഒന്നും നമ്മൾ ആരും ആഗ്രഹിക്കേണ്ട. അങ്ങനെ ആഗ്രഹിക്കുന്നവർ മുഴുവൻ കിടന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് വേഗത്തിൽ വരട്ടെ. അപ്പോൾ ഇവിടെ ആര് തിന്മയ്ക്ക് വരെ തിന്മ വിചാരിപ്പാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തിന്മ ചെയ്യരുത്. നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തിന്മ ചെയ്യരുത്. അടുത്ത് പറയാണ്, എപ്പോഴും സന്തോഷിക്കും. എപ്പോഴും സന്തോഷിക്കാൻ എങ്ങനെ കഴിയും? പറ, എപ്പോഴും സന്തോഷിക്കാൻ എങ്ങനെ കഴിയും? കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. ദൈവരാജ്യം, ഭക്ഷണം, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ കഴിയും.
രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സന്തോഷിക്കുന്ന പരിശുദ്ധാത്മാവില്ല. ഇന്ന് കാണുന്ന ഈ ഭൗതികമായ അനുഗ്രഹങ്ങളിൽ കിടന്ന് സന്തോഷിക്കല്ലേ ദൈവത്തോർത്ത്. അതെല്ലാം നമ്മളെ വിട്ടുപോകും. അതൊക്കെ സാത്താൻ തരുന്ന സന്തോഷത്തിൻ്റെ വകകളാണ്. പണ്ടൊക്കെ നമ്മളൊരു മൊബൈൽ ഫോൺ, ഒരു ഫോൺ വിളിക്കാനായിട്ട്, ഞാനിപ്പോഴും ഓർക്കുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫോൺ വിളിക്കാൻ ഞങ്ങൾ 1 കിലോമീറ്റർ കുന്നിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് പബ്ലിക് ടെലിഫോൺ ബൂത്തുണ്ട്, അവിടെ ക്യൂ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ കറക്കുന്ന ഫോണാണ്. അത് 4-5 പേര് നിൽക്കുക. 100 പ്രാവശ്യം കറക്കുമ്പോഴാണ് ഒത്തിരി കിട്ടുന്നത്. അവിടെ പോയി പൈസയും കെട്ടിവെച്ച് നിൽക്കുക. ഇപ്പോൾ കറക്കവല്ലതും വേണോ? കുത്തിയാ മതി. സ്വർഗത്ത് പോകാനും നരകത്തിൽ പോകാനും കുത്തിയാ മതി. സ്വർഗത്ത് പോകാനുള്ള ഉപദേശങ്ങളും കിട്ടും. ഇതിൽ ദൈവദാസന്മാർ പ്രസംഗിക്കുക, ഞങ്ങൾ പ്രസംഗിക്കുന്നതൊക്കെ വാട്സപ്പിലൂടെ ഉണ്ട്. നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ് ഏറ്റവും കൂടുതൽ തുറന്നു വെച്ചേക്കുന്ന സാത്താൻ. ഏറ്റവും കൂടുതൽ തുറന്നു വെച്ചേക്കുന്ന സാത്താൻ നമ്മുടെ ഈ മൊബൈൽ കമ്പനിക്കാരെല്ലാം കൂടി ചേർന്ന് ഇന്നത്തെ യൂത്ത്സിനെയും ഇന്നത്തെ മനുഷ്യനെയും മുഴുവൻ നശിപ്പിച്ച് നാരാണക്കല്ലാക്കിയിരിക്കുക. ഇത് നല്ലതിനും ഉപയോഗിക്കാം, കെട്ടതിനും ഉപയോഗിക്കാം. നമ്മൾ ഏതിനും നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതെല്ലാം ഒരു പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ഈ ദൂതെടുക്കണമെന്ന് ഞാൻ നിങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ സന്തോഷിക്കേണ്ടത് ലോകത്തിലെ സന്തോഷമല്ല. ഈ അമേരിക്കൻസാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ ഉണ്ടാക്കി സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പ്. അമേരിക്കൻസാണ്. ഇല്ലാത്ത വൃത്തികേടുകൾ മുഴുവൻ ഭാവനയിൽ അവർ ചമഞ്ഞുണ്ടാക്കി അതിലവർ സന്തോഷിച്ച് കിടന്ന് കക്കക്ക വിളിക്കുക. അതിപ്പോൾ വന്ന് നമ്മളും അതിലേക്ക് കയറിയിരിക്കുക. അമേരിക്കൻ ട്രഡീഷൻ അല്ലെങ്കിൽ യൂറോപ്യൻ ട്രഡീഷൻ മുഴുവൻ നമ്മുടെ ഭാരതത്തിലേക്കും എക്സ്പെഷ്യലി കേരളത്തിലേക്കും വന്നു കഴിഞ്ഞു. വിവാഹം വേണ്ട. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയുന്നത് എന്താ പറയുന്നത്? വിവാഹം വേണ്ട, ഞങ്ങളിങ്ങനെ അങ്ങ് ജീവിച്ചോളാം. ഞങ്ങൾക്കൊരു അടിമയായിരിക്കാൻ പറ്റത്തില്ല. ഒരു ഭാര്യയ്ക്ക് അടിമയാകാൻ ഞാനില്ല, ഒരു ഭർത്താവിന് അടിമയാകാൻ ഞാനില്ല. ന്യൂ ജനറേഷൻ ചിന്തകളാണ്. വചനം എന്താ പറയുന്നത്? ഭർത്താവ് ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം, ഭയപ്പെട്ടിരിക്കണം. അതൊന്നും പറ്റത്തില്ല ഇന്ന്. പറ്റില്ലെങ്കിൽ എന്താ പറ്റുക? പോകുന്ന പോലെ പോവുക, നാശത്തിൽ പോയി പതിക്കുക. അത്രേ ഉള്ളൂ വഴി. പ്രിയ ദൈവമക്കളെ, കർത്താവിൽ സന്തോഷിപ്പിൻ. യോനയുടെ സന്തോഷം തലയ്ക്ക് മീതെ വെയിലടിച്ച് തല പൊട്ടിപ്പോകുന്ന പോലെ കിടന്ന് യോന വിഷമിച്ചപ്പോൾ, യോന നിലവിളിച്ചപ്പോൾ യോനയ്ക്ക് എന്ത് ചെയ്തു കൊടുത്തു ദൈവം? ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. ഈ ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കിയപ്പോൾ ആ ആവണക്കിൻ്റെ തണലിൽ യോന എങ്ങനെ സന്തോഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്? അത്യന്തം. കറക്റ്റ്, 100 മാർക്ക്. അത്യന്തം സന്തോഷിച്ചു. എന്തിനാ? ആവണക്കിൻ്റെ തണലിൽ അത്യന്തം സന്തോഷിച്ചു യോന. സന്തോഷം കൊണ്ട് കൂടിയപ്പോൾ എന്ത് ചെയ്തു ദൈവം? ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. പുഴു അങ്ങ് കുത്തി, സന്തോഷം പോയി. ഈ പുഴുവാണ് സാത്താൻ്റെ പ്രവൃത്തികളെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സന്തോഷം കെടുത്തിക്കളയാൻ ദൈവം പുഴുവിനെ ഉപയോഗിക്കും. സ്വത്രം സാത്താൻ്റെ കയ്യിലോട്ട് യോബിനെ ഏൽപ്പിച്ചു കൊടുത്തു, അല്ലേ? അവൻ്റെ പ്രാണനെ മാത്രം തുടരുമെന്ന് പറഞ്ഞു. അവൻ്റെ വസ്തുവകകൾ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ദാസിദാസന്മാർ, അവൻ്റെ എല്ലാം നഷ്ടമായി. ഒട്ടുകഷ്ണം കൊണ്ടിങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ വന്ന് ഒരു ദൂത് പറഞ്ഞു. എന്താ ദൂത്? നീ ഇന്നും നിന്റെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? തള്ളിക്കളഞ്ഞ് മരച്ചു കളയുക ജോബേ. അപ്പൊ എന്തോ പറഞ്ഞു ജോബ്? പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നന്മയും തിന്മയും കൈക്കൊള്ളരുതല്ലോ. അപ്പോൾ കഷ്ടത വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, പ്രയാസം വന്നാലും, ഞെരുക്കം വന്നാലും, കർത്താവേ നിനക്ക് സ്തോത്രമെന്ന് പറഞ്ഞ് ആത്മാവിൽ സന്തോഷിക്കുന്ന ദൈവമക്കളാണ് ദൈവമക്കൾ. അല്ലാത്തവരൊന്നും ദൈവമക്കളല്ല. ദൈവമക്കളെ പോലെ ഇരിക്കും. ഞാനൊരു ചെയിൻ മേടിക്കാൻ പോയി, ഇന്നല്ല 5 വർഷങ്ങൾക്ക് മുമ്പ്. ആ ചെയിൻ കമ്പനിക്കാരൻ 2 ചെയിൻ എടുത്ത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നോട് പറഞ്ഞു, സാറേ ഇത് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. തിരിച്ചറിയില്ല. അയാൾ പറഞ്ഞുകൊണ്ടത് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. വിശ്വാസി പോലെ ഇരിക്കും, പക്ഷേ ഉള്ളിൽ വിശ്വാസം കാണത്തില്ല, പ്രത്യാശ കാണത്തില്ല, കർത്താവിൽ സന്തോഷിക്കത്തില്ല. ഈ പറഞ്ഞ പൗലൂസ് പറയുന്ന ഈ തെസ്സലോനിക്ക ലേഖനത്തിലെ ഒരനുഭവവും നമുക്ക് കാണണമെന്നില്ല. അപ്പോൾ തന്നെ ഒരു വിശ്വാസിയായി കയ്യും കൊട്ടി പാട്ടും പാടി അവസാനം നരകത്തിലേക്ക് പോകുന്ന ഗ്രൂപ്പിൽ നമ്മൾ ആരും ആകരുതെന്ന് ഞാൻ കൈകൂപ്പി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കാതെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഇവിടെ എന്താ പറഞ്ഞത്? ആരും തിന്മയ്ക്ക് വരും തിന്മയായിപ്പോൾ നോക്കി തമ്മിൽ എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ സന്തോഷിക്കണം. യോനയുടെ സന്തോഷം തണലിലായിരുന്നു.
മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ ഭൗതികങ്ങൾ നമുക്ക് തണലായിട്ട് കിട്ടും. അതിൽ സന്തോഷിക്കരുത്. സന്തോഷം കർത്താവിലായിരിക്കണം. സന്തോഷം കർത്താവിലായിരിക്കണം. ബലം കർത്താവിലായിരിക്കണം. പ്രശംസ കർത്താവിലായിരിക്കണം. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഇന്ന് മനുഷ്യൻ അതൊക്കെയല്ലേ ചെയ്യുന്നേ? 10 ചക്രം ഉണ്ടെങ്കിൽ അത് വലിയ പ്രശംസയല്ലേ? ഇതെല്ലാം നിലംപരിചയാകുന്നൊരു സമയമുണ്ട്. അന്നത്തിന് വകയില്ലാതെ, ഞാൻ നിങ്ങളോട് പറയുന്ന കേട്ട് നിങ്ങൾ പേടിക്കരുത്. കർത്താവിൻ്റെ വരവിൽ നമ്മൾ പോകാതെ കൈവിടപ്പെട്ടു പോയാൽ പാസ്റ്റർ സാമ്പോളും ഈ വചനം കേൾക്കുന്ന നിങ്ങളും അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് ഒരു കയ്യും കണക്കുമില്ല. വിശന്ന് പൊരിഞ്ഞ് പ്രാണൻ കത്തുന്ന അവസ്ഥയിലായി. ഞാൻ വിചാരിക്കുന്ന കണ്ട പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നും, വല്ല പാമ്പിനെയും പഴുതാരെയൊക്കെ. അത് വിശപ്പെടുക്കണ്ടേ? യെരുശലേം ദേവാലയത്തിൽ തീത്തോസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ തീത്തോസിൻ്റെ സൈന്യം ആർത്തരമ്പി വന്ന് ദേവാലയം പിടിച്ചെടുത്ത് ചുട്ട് കത്തിച്ച് നശിപ്പിച്ചു. ദേവാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു കൂട്ടം യഹൂദന്മാരെ ഒളിച്ചിരുന്നു. അവരെ പിറ്റിയ അപ്പം കൊന്നുകളയും. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിശന്നിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നെന്നാണ് ജോസീഫസിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് തരുന്ന പഠനം. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കിക്കോ. ജൂസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ഞാൻ അല്പം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുക. സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നു, വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. പട്ടിയും പൂച്ചയും കോഴിയൊക്കെ കിട്ടിയതിനെയൊക്കെ വെട്ടി നുറുക്കി തിന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിശപ്പാണ്, വിശപ്പ്. ഇന്ന് 3 നേരം എന്തെങ്കിലും ചപ്പെങ്കിലും ചവറെങ്കിലും തിന്ന് വിശപ്പടക്കുന്നുണ്ട്. കൈവിടപ്പെട്ടു പോയാൽ ഒരു സാധനം കിട്ടത്തില്ല. മുദ്രയുള്ളവർക്കല്ലാതെ ഒരു സാധനം കിട്ടത്തില്ല. മുദ്രയേറ്റാൽ ദൈവത്തിൻ്റെ കോപം. മുദ്രയേറ്റില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. ഘോര മൃഗത്തിൻ്റെ ഉപദ്രവങ്ങൾ, ക്രോധകലശത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, 7 മുദ്ര, 7 ക്രോധകലശം, ഇതൊക്കെ ഒഴിക്കുമ്പോഴും ഈ മുദ്രയൊക്കെ ചെയ്യുമ്പോഴും വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഘോരമായ ലോകത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഓരോ ഘട്ടങ്ങളാണെന്ന് വെളിപ്പാട് പുസ്തകം നന്നായി പഠിപ്പിക്കും. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, പഠിച്ച് പേടിച്ച് കിറുങ്ങിയിരിക്കാൻ എനിക്ക് ഈ ഗതികേട് വരരുത്. എൻ്റെ ആയുസ്സിൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ച് അനേകരെ കേൾപ്പിച്ചിട്ട് ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് പോകരുത് ദൈവമേ എന്നോർത്ത് ഓരോ ദിവസവും ദൈവഭയത്തോടെ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ പോലെ തന്നെ നിങ്ങളുമായിരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് വരാം. സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമ്മളൊരു സഹോദരി ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഉറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ ഇരുന്നോട്ടെ. ഭയങ്കര പ്രാർത്ഥനയാണ് അല്ലേ? സ്തോത്രം. ധ്യാനത്തിൽ ഉറങ്ങിപ്പോയി പോട്ടെ, ഇരുന്നോട്ടെ. കുട്ടികളെ നമ്മൾ ആ നിലയിലേക്ക് വിടുന്നുണ്ട്, അതൊന്നൊരു വിഷയമല്ല. പ്രായമൊക്കെ അതാണ്. നമ്മുടെ കൊച്ചാണെങ്കിലൊക്കെ അങ്ങനെയല്ല. കുറച്ചുകൂടി ആയാലും നിങ്ങളൊരു 10-15 വയസ്സാവുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. 15-20 ആവണം മെച്യൂരിറ്റി ആവണമെങ്കിൽ. കുട്ടികളെ മാറണം. ആത്മീയ ശിശുക്കളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ആത്മീയ ശിശുക്കൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു മെച്യൂരിറ്റിയായി വരുമ്പോൾ അവരൊക്കെ ചെയ്യുള്ളൂ. അതുവരെയും ശിശുപാലകന്മാരായ നമ്മൾ അവരെ വളർത്തണം, അവരെ സംരക്ഷിക്കണം. അതൊക്കെ ഓക്കെ, സ്തോത്രം. എന്നാൽ ഇവിടെ എപ്പോഴും പ്രാർത്ഥിപ്പിനെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടോ? എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ അല്പസമയം കിടക്കയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ബൈക്കിൽ പോകുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. വെറുതെ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ, ഇപ്പോൾ ബില്ലടയ്ക്കാൻ വേണ്ടി കോർപ്പറേഷൻ ഓഫീസിലോ എവിടെയെങ്കിലുമൊക്കെ പോയെന്ന് വെച്ചോ, അവിടെ ക്യൂ നിൽക്കുക, അവിടെ നിന്നുകൊണ്ട് അല്പസമയം പ്രാർത്ഥിക്കാം. പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എപ്പോഴും പ്രാർത്ഥിക്കാം. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ ക്രിസ്തു യേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. കണ്ടോ? ഇപ്പൊ ദൈവ ഇഷ്ടം എന്താ? തമ്മിൽ സമാധാനമായിരിപ്പിൻ എന്ന് തുടങ്ങി 10-14 കൂട്ടം കാര്യങ്ങൾ എണ്ണിയെടുത്തോണം, കൗണ്ട് ചെയ്തെടുത്തോണം. 14ഓളം പ്രധാനപ്പെട്ട ആത്മീക വിഷയങ്ങൾ. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ജന്മം മുഴുവൻ പാഴാക്കിയാൽ ഒരു ഗുണവുമില്ല. ഇവിടെ ഒരു ലൂർദ് ഹോസ്പിറ്റലുണ്ട്. ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ ഈ കന്യാസ്ത്രീ പിള്ളേർ അവിടെ കിടന്നുകൊണ്ട് എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ കർത്താവേ കർത്താവ്. ഞാൻ മനുഷ്യൻ ഉണ്ടായിരിക്കും കൊച്ചുങ്ങളെന്ന് പറഞ്ഞു പറയണമെന്ന് എനിക്ക് തോന്നിപ്പോയി. പറഞ്ഞാൽ അവർ കേട്ടാൽ നമ്മളെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ ഉണ്ടാകാണ്ട് ഈ പറഞ്ഞ് പിന്നെയും കർത്താവ്, എന്ന് പറഞ്ഞവർ ഇറക്കി തൊലി
ഭാവിശോമസിയാൽ പിന്നെയും നന്മ അറിഞ്ഞ മതിയും നമ്മുടെ ചെവിക്കൽ പൊട്ടി അതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബന്ധുക്കൂസാരായ നമ്മൾ അങ്ങനെയാണോ? നമ്മളെ തന്നെ ശോധന ചെയ്യണം. എപ്പോഴും കിടന്ന് കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞ് ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ, മക്കളാണെങ്കിൽ അവകാശികളാണ്, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് എനിക്ക് രോഗശാന്തി തരുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് കഷ്ടത തരുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കഷ്ടത മാറുന്നില്ല? എന്തുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾക്ക് നീക്കം വരുന്നില്ല? ദൈവസ്ഥലിൽ കിടന്ന് പ്രാർത്ഥിച്ച് നിലവിളിക്കുമ്പോൾ കർത്താവ് മറുപടി തരും. നീ ശരിയാകണം, നീ നന്നാകണം, നീ ഒന്നുകൂടി ശരിയാകണം. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തകഞ്ഞു. ചുമ്മാ അങ്ങ് തയ്യോ? അതുകൊള്ളാമല്ലോ. അനുസരണം പഠിക്കണം. അനുസരണം പഠിക്കാതെ എങ്ങനെ തെളിയുന്നേ? അപ്പം യേശു ക്രിസ്തുവിന് അനുസരണം പഠിച്ച് തികയാൻ കഷ്ടത ആവശ്യമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും അനുസരണം പഠിച്ച് തികയാൻ കഷ്ടത അനിവാര്യമാണ്. ആ കഷ്ടതയെ നമ്മൾ ശാസിക്കരുത്.